ഹായ് എവരിവൺ, വെൽക്കം ടു സോന സ്വീറ്റ് ആൻഡ് സ്പൈസി റെസിപ്പി. ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത് അക്കാറ എന്ന് പറയുന്ന ഒരു നൈജീരിയൻ സ്നാക്കാണ്. പച്ച ഏത്തയ്ക്ക വെച്ചുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് വെച്ചാൽ പച്ച ഏത്തയ്ക്ക ഒരെണ്ണം, റെഡ് ബെൽ പെപ്പർ അതിൻ്റെ ഹാഫ് മതി, ഓയിൽ ആവശ്യത്തിന്, സോൾട്ട് ആവശ്യത്തിന്, എഗ്ഗ് ഒരെണ്ണം, ഒരു സവാളയുടെ ഹാഫ്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ 2 എണ്ണം, ഒരു വെളുത്തുള്ളിയും പിന്നെ 3 പച്ചമുളകും. ആദ്യം നമുക്ക് ബ്ലെൻഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് പച്ച ഏത്തയ്ക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തില്ലെങ്കിലത്തെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ മിക്സിക്കകത്തിട്ട് ഇത് അടിക്കുമ്പം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഇത് ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. വെസ്റ്റ് ആഫ്രിക്കയിൽ ഈ അക്കാറ എന്ന് പറയുന്ന ഈ ഫുഡ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കുന്നതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് മസാലയോ അല്ലെങ്കിൽ വേറെ പൊടികളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പീൽഡ് ബീൻസോ അല്ലെങ്കിൽ ക്രേഫിഷോ ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ഞാനത് ഇതിൻ്റെ അകത്തതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ ഒരു നൈജീരിയൻ ഫ്രണ്ട് എനിക്കിതൊരു പ്രാവശ്യം കഴിക്കാൻ തന്നിരുന്നു. ഞാനിത് കഴിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവരോട് അതിൻ്റെ റെസിപ്പി ചോദിച്ചു. അവർ തന്ന റെസിപ്പി ഞാൻ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം എല്ലാവർക്കും അത് ഇഷ്ടമായി. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഇനി നമുക്ക് ഒരു ഗാർലിക്കും 2 പച്ചമുളകും സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ടും കൂടി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വാട്ടർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിന് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഇത് ഇച്ചിരി ഹാർഡാണ് ബ്ലെൻഡ് ചെയ്യാൻ, അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടിത് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇതൊരു ബൗളിലോട്ടൊഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയുള്ള സ്പ്രിംഗ് ഓനിയൻസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 3 പച്ചമുളകാണ് ഇതിനു വേണ്ടി എടുത്തത്. അതിൽ 2 എണ്ണം നമ്മൾ ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് അത് അടിച്ചെടുത്തു. ഇനി ഈ ഒരെണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു സവാളയുടെ ഹാഫ് മതി, അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. റെഡ് ബെൽ പെപ്പറിൻ്റെ ഹാഫ് മതി, അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ഒരു മുട്ടയും അതുപോലെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൽ നിന്ന് ഓരോ സ്ക്യൂപ്പായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് പല ഷേപ്പിൽ ചെയ്യാവുന്നതാണ്. ചിലരിത് ബോൾ ഷേപ്പിലാണ് ചെയ്യാറ്. ഞാനിത് ഫ്ലാറ്റ് ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞു കഴിയുമ്പോൾ അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്നോടം വരെ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
ഞാനിവിടെ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. നൈജീരിയൻസ് ഇതിൻ്റെ കൂടെ സ്പൈസി ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലും സ്പൈസി ആയിട്ടുള്ള സോസാണ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. എനിവേ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. ഒരു വൈകിട്ട് ഒരു ടീയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.